തിരുവനന്തപുരം പാലോട് വാനരന്മാർ കൂട്ടത്തോടെ ചത്ത നിലയിൽ 13 കുരങ്ങന്മാരാണ് ചത്തത്. പാലോട് മങ്കയം പമ്പ് ഹൗസിനടുത്താണ് ഇവരെ ചത്ത നിലയിൽ കണ്ടത്. സലിം മാലിക് വിവരങ്ങളുമായി ചേരുന്നു. സലിം, എന്താ സംഭവിച്ചേ? ഹാഷ്മി, എന്താണ് സംഭവിച്ചത് എന്നുള്ളതിലൊരു വ്യക്തത വന്നിട്ടില്ല. അപ്പോഴും 13 വാനരന്മാരെ ചത്ത നിലയിലും ഒപ്പം തന്നെ മറ്റു കുറച്ച് വാനരന്മാരെ അവശ്യരായ നിലയിലും കാണപ്പെട്ടിട്ടുണ്ട്. അത് റബ്ബർ മരത്തിലും ഒപ്പം തന്നെ സമീപത്തെ ആറ്റിലുമായാണ് ഈ നിലയിൽ ഇവരെ കണ്ടെത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി ഓരോന്നൊക്കെയായി ഇങ്ങനെ അവിടുത്തെ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ അത് വലിയ കാര്യമാക്കിയിരുന്നില്ല. ഇന്നാണ് പ്രദേശവാസികൾ ഇങ്ങനെ കൂട്ടത്തോടുകൂടി വാനരന്മാരെ ചത്ത നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ വനം വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. RRT സംഘം സ്ഥലത്തെത്തുകയും വാനരന്മാരെ കൂട്ടിലാക്കി പെരിങ്ങമല ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നറിയാൻ പാലോട് അനിമൽ ഡിസീസിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മാത്രമേ അക്കാര്യത്തിലൊരു വ്യക്തത വരൂ. പക്ഷേ ഈ മേഖലയിൽ വാനരശല്യം രൂക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വിഷം വെച്ചതാണോ എന്ന് സംശയിക്കുന്നുണ്ട്. അതല്ല വാനരന്മാർക്ക് കൂട്ടത്തോടുകൂടി എന്തെങ്കിലും അസുഖബാധ ഉണ്ടായതാണോ എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. അക്കാര്യങ്ങൾ ഉറപ്പിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. ഹാഷ്മി, ഓക്കെ. അപ്പോൾ വാനരന്മാരെയാണ് കൂട്ടത്തോടെ 13 വാനരന്മാരാണ് പാലോട് മങ്കയം പമ്പ് ഹൗസിനടുത്ത് ചത്ത നിലയിൽ കണ്ടെത്തിയത്. എന്താണ് ഉണ്ടായത് എന്ന കാര്യമൊക്കെ വ്യക്തമാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.